എറണാകുളത്ത് 12കാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിലായി. എളമക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കുട്ടിയുടെ തല ചുമരിൽ ഇടിപ്പിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്തു. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ഈ ആൺ സുഹൃത്തിനെ പ്രകോപിപ്പിച്ചത്. അമ്മയുടെ മുറിയിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയാണ് 37കാരിയായിട്ടുള്ള അമ്മ. സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനാണ് ഈ ആൺ സുഹൃത്ത്. ഇരുവരുമാണ് അറസ്റ്റിലായത്. പിടിയിലായ സിദ്ധാർത്ഥ് രാജീവ്, ഈ കാമുവിന്റെ പേര് അതാണ്, സിദ്ധാർത്ഥ് രാജീവ് തിരുവനന്തപുരം വാമനപുരം സ്വദേശിയാണ്. ഭർത്താവുമായി 2021 ബന്ധം വേർപിരിഞ്ഞ യുവതിയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലായിരുന്നു താമസം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുദിനം പെരുകുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഇതിൽ പരമൊരു ക്രൂരത കേൾക്കാനില്ല. സ്വന്തം അമ്മയുടെ ഒപ്പം ആ കുഞ്ഞ് അമ്മയുടെ തണലിനോട് ചേർന്ന് നിന്നതിലാണ് ഈ കാമുകനായിട്ടുള്ള ഇയാൾക്ക്, തിരുവനന്തപുരം സ്വദേശിക്ക്, ഇത്രമാത്രം കലിപൂണ്ടത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ പോലീസ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയൊക്കെയാണ്? എൽദോ, വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. അമ്മയും ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വളരെ കൊച്ചി എളമക്കരയിലാണ് സംഭവം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമിയുടെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം. എന്താണെങ്കിലും 2021 വേർപിരിഞ്ഞിരുന്നു ഭർത്താവുമായിട്ടുള്ള ബന്ധം. ഇതേ തുടർന്ന് യുവതിയും ഈ മകനും ഒരുമിച്ചായിരുന്നു. എന്താണെങ്കിലും അതിനിടയിലാണ് ഈ കാമുകന്റെ രംഗപ്രവേശമെല്ലാം. നവമി, തുടരാം. എൽദോ, ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വളരെയേറെ കാലമായി, വർഷങ്ങളായി പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. ഈ കുട്ടി അമ്മയോടൊപ്പം എളമക്കരയിലെ ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഈ ആൺ സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് വരുമായിരുന്നു. അതിൽ ഈ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായി ഈ കുട്ടിയുടെ അമ്മയോടൊപ്പമാണ് ഇയാൾ താമസിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മയോടൊപ്പം ഇയാൾ കിടക്കുന്നത് ഈ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല. പലതവണ പറയണമെന്ന് കരുതിയെങ്കിലും കുട്ടിക്ക് ഇവരെ പേടിച്ച് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് വ്യാഴാഴ്ച രാത്രി, കുട്ടി അമ്മയോടൊപ്പം കിടക്കുന്നത് കണ്ട ഇയാൾ അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കുട്ടി അത് സമ്മതിച്ചില്ല. ഇനി എന്റെ അമ്മയോടൊപ്പം കിടക്കരുത്, ഇവിടെ വരരുതെന്ന് കുട്ടി ഇയാളോട് നിർദ്ദേശിച്ചു. പക്ഷേ അത് കേൾക്കാതെ ഈ കുട്ടിയുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീടാണ് കട്ടിലിൽ കിടന്നിരുന്ന കുട്ടിയെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. കഴുത്ത് ഭിത്തിയോട് ചേർത്ത് നിർത്തി ഗുരുതരമായി മർദ്ദിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും അമ്മ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം. പിന്നീട് കുട്ടി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട് ഇയാൾ മർദ്ദിക്കുന്നത്. അമ്മ പക്ഷെ അതിലേക്ക് ഇടപെട്ടിരുന്നില്ല. പിന്നീട് കുട്ടി വന്ന് അമ്മയെടുത്ത് പറഞ്ഞു തനിക്ക് അമ്മയുടെ കൂടെ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുട്ടിയുടെ നെഞ്ചിൽ മാന്തുകയും ചെയ്തു. ആ അമ്മ മാന്തിയതിന്റെ അടയാളവും, നഖം കൊണ്ട അടയാളവും കുട്ടിയുടെ ദേഹത്തുണ്ട്. എന്തായാലും പിന്നീട് കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരി കുട്ടിയെ കാണുന്നതിന് വേണ്ടി സ്കൂളിൽ വന്നപ്പോഴാണ് തനിക്കിങ്ങനെ മർദ്ദനമേറ്റ വിവരം കുട്ടി ബന്ധുവിനോട് പറയുന്നത്. ഉടനെ തന്നെ കുട്ടിയുടെ അച്ഛനെ വിവരം അറിയിക്കുകയും അച്ഛൻ സ്കൂളിലെത്തി കുട്ടിയെ പരിശോധിച്ചപ്പോൾ, ദേഹത്ത് പരിശോധിച്ചപ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള മുറിവിന്റെ പാടുകൾ കണ്ടിരുന്നു. ഉടനെ ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തപ്പോഴും കുട്ടി ഇത് തന്നെയാണ് പറയുന്നത്. ഈ ആൺ സുഹൃത്തായിരുന്നു തന്നെ ആദ്യം മർദ്ദിച്ചത്. അമ്മ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മയോട് ഇത് തടുക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നീട് അമ്മയിൽ നിന്നും തനിക്ക് ഉപദ്രവമുണ്ടായി എന്ന് കുട്ടി പറഞ്ഞു. കുട്ടീനെ എന്തായാലും ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ട്, കുട്ടീനെ ഇപ്പോൾ എന്തായാലും ഈ പോലീസിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ്, അച്ഛന്റെ വീട്ടിലാണ്. ഈ അച്ഛന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തു. ഇവരെ രണ്ടുപേരെയും ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒന്നാം പ്രതിയാണ്, അമ്മയെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അമ്മയുടെ ആൺ സുഹൃത്ത് 2ാം പ്രതിയാണ്. അമ്മ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 37 വയസ്സാണ്. ഈ യുവാവ് സിദ്ധാർത്ഥ് ഓൺലൈൻ ഒരു യൂട്യൂബ് ചാനൽ ജോലി ചെയ്യുകയാണ്. ഇയാൾ കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രം വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള് കുറച്ചു നാളുകളായി സ്ഥിരമായി വരികയും ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തിരുന്നു. രാത്രി അമ്മയോടൊപ്പം കിടക്കുന്നതുമൊക്കെ കുട്ടിക്ക് സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇതിൽ ഇടപെടുകയും ആ വീട്ടിൽ നിന്ന് പോകണമെന്നൊക്കെ ആൺ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടത്. ഇതിൽ പ്രകോപിതനായിട്ടാണ് ആൺ സുഹൃത്ത് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. എന്തായാലും കുട്ടിയെ ഇപ്പോഴും ആശുപത്രി വിട്ടിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനൊപ്പമാണ്. എന്നാലും ഒരു പോലീസിന്റെ ഒരു നിരീക്ഷണവും ഇപ്പോഴുമുണ്ട്. കുട്ടിയുടെ മൊഴി, വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു.
നോമി, ഈ കാമുകൻ അയാളൊരു യൂട്യൂബ് ജീവനക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു. അമ്മ ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയും മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയും വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നതിൽ മുൻപന്തിയിലാണ്. ആ ഒരു വീട്ടിലാണ് ഇത്തരത്തിലൊരു കുഞ്ഞ് നേരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഇതിൽ ഈ കുട്ടി എന്താണ് കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞത്? പതിവായി ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ടോ? ഇത് ആദ്യമായാണോ ഇത്തരത്തിലൊരു ഉപദ്രവം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്? കുട്ടി പറയുന്നത് മുൻപും ഇതുപോലെ തന്നെ ഉപദ്രവിച്ചിരുന്നു, പക്ഷെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിരുന്നില്ല. അത് ഇയാൾ വീട്ടിൽ വരുന്നത് കുട്ടിക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാക്കുകയും ഇയാൾ ചെറിയ രീതിയിൽ കുട്ടിയെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് പക്ഷെ കുട്ടി ആരോട് പറയുകയോ പരാതി നൽകുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പക്ഷെ ഇത്രയും ക്രൂരമായി ദേഹത്തൊക്കെ വലിയ രീതിയിൽ പാടുകൾ കാണുന്ന തരത്തിലേക്ക് ഈ മർദ്ദനം പോയപ്പോഴാണ് ബന്ധുവിനോട് കുട്ടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇത് തന്നെയാണ് കുട്ടിയുടെ അച്ഛനും പറയുന്നത്. വർഷങ്ങളായി അച്ഛനും അമ്മയും പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. നേരത്തെയും മറ്റൊരു ആൺ സുഹൃത്തും ഈ അമ്മയെ തേടി അവിടെ വരുമായിരുന്നു എന്നുകൂടി ഈ കുട്ടി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇപ്പോൾ ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല, മകന്റെ കാര്യങ്ങൾ മാത്രം നോക്കും. പക്ഷെ മകൻ ഇക്കാര്യങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞിട്ടുമില്ല. ഈ ഗുരുതരമായി മുറിവേറ്റതിനെ തുടർന്ന് അല്ലെങ്കിൽ ദേഹത്തൊക്കെ പാട് കണ്ടതിനെ തുടർന്നും കുട്ടിക്ക് അത്രയേറെ വേദനയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അച്ഛന്റെ സഹോദരിയോട് ഇക്കാര്യങ്ങൾ കുട്ടി വെളിപ്പെടുത്തിയത്. എന്നാൽ അച്ഛനും പരാതി നൽകിയിട്ടുണ്ട്. എളമക്കര പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ ഒരു ഉപദേശവും കുട്ടിയുടെ അച്ഛൻ തേടുന്നുണ്ട്. കാരണം അമ്മ ഇപ്പോൾ ജയിലിലാണ്. ഇനി കുട്ടിയെ ആര് സംരക്ഷിക്കുമെന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അമ്മയോടൊപ്പം ഈ 12 വയസ്സുകാരനെ വിട്ടയച്ചത്. പക്ഷേ കുട്ടിയെ സംരക്ഷിക്കേണ്ട അമ്മ തന്നെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഇനി എന്താണ് കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം, അതും കൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും അച്ഛന്റെ സംരക്ഷണയിലാണ് നിലവിൽ ഇപ്പോൾ കുട്ടി. പോലീസും ആ കുട്ടിയുടെ മേലൊരു നിരീക്ഷണമുണ്ട്. ഒപ്പം കൗൺസിലിംഗ് അടക്കം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കാരണം മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ആ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. സംരക്ഷിക്കേണ്ട അമ്മ തന്നെ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു. അമ്മയുടെ ആൺ സുഹൃത്തിൽ നിന്നുമുള്ള ക്രൂര പീഡനവും കുട്ടിയെ മാനസികമായി വല്ലാതെ തളർത്തിയിട്ടുണ്ട്. എൽദോ, അതാണ് ആ കുട്ടിയുടെ വാക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇടയ്ക്ക് നിൽക്കാൻ വരുമായിരുന്നു. ഒരാഴ്ച മുമ്പ് ഒരുമിച്ച് കഴിയാൻ തുടങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആദ്യം പറയാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് പറഞ്ഞത്. അവർക്ക് ഒരുമിച്ച് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. മനഃപൂർവ്വം ഞാൻ ഇടയിൽ കയറി കിടന്നു. ചേട്ടനോട് മാറാൻ പറഞ്ഞപ്പോൾ മാറിയില്ല. എന്നെ തൊട്ടാൽ ഞാൻ നിന്നെ അടിക്കും, പക്ഷേ ഞാൻ മാറിയില്ല. അമ്മയെ വിളിച്ചപ്പോൾ ആ ചേട്ടന് ദേഷ്യം വന്നു. ചേട്ടൻ എൻ്റെ കഴുത്തിൽ പിടിച്ച് ബാത്റൂമിൻ്റെ ഡോറിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. എന്നെ ചവിട്ടി താഴെയിട്ടു. അമ്മ കണ്ടിട്ടും പ്രതികരിച്ചില്ല, ഒന്നും പറയുകയും ചെയ്തില്ല. ഒരു 12 വയസ്സുകാരൻ്റെ എത്രമാത്രം ദയനീയമായിട്ടുള്ള മൊഴിയാണ് അത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ അമ്മ അതൊരു നല്ല ഉദ്യോഗസ്ഥയാണ്. അതായത് ജോലി സംബന്ധിച്ച് ഈ കാമുകനായിട്ടുള്ള അയാൾ ഒരു യൂട്യൂബ് ചാനലിൽ ജീവനക്കാരനാണെന്ന് മനസ്സിലാക്കുന്നതാണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന പലതരത്തിൽ നടക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് 12 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റത്. ഡോറിനോട് ചേർത്ത് നിർത്തി മർദ്ദിച്ചു. തല ചുമരിനോട് ചേർത്ത് നിർത്തി മർദ്ദിക്കുന്നു. ഇതൊക്കെ കണ്ടു നിന്നു അമ്മ എന്നുള്ളതാണ്. അമ്മയാണ് ഒന്നാം പ്രതി കേസിൽ. ഈ ആൺസുഹൃത്ത് ഇയാൾ 2ാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ആ കുഞ്ഞ് നേരിട്ട ഒരു മാനസിക ആഘാതമായിരിക്കും ഒരു പക്ഷേ ഇനി ഏറ്റവും കൂടുതൽ ശരിയാക്കേണ്ടതും അതിനായിരിക്കും കൂടുതൽ സമയം കണ്ടെത്തേണ്ടതും ആ കുട്ടിയുടെ പിതാവും കുട്ടിയുടെ ഉറ്റവരും എല്ലാം. എന്താണെങ്കിലും ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവർക്ക്, ഈ അമ്മയ്ക്കും ഈ കാമുകനും കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യണം. അതാണ്